ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നമ്മൾ ഗൈഡൻസിന് എടുക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചൊരു റീഡിംഗ് ആണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി നോക്കാം നമുക്ക്. നിങ്ങൾ ആരാണ്, എന്താണ് എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്ന രീതിക്ക് നമുക്ക് നോക്കാം. എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവണമെന്നില്ല. ഓക്കെ, കാരണം നമ്മളിവിടെ ജനറൽ ആയിട്ട് എടുക്കുന്നത് ഫയൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് സോറി. അപ്പോൾ ഞാൻ സിംഗിൾ തന്നെ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ഓവറോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ആയിട്ട് ഇതിൽ നിന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് യൂണിവേഴ്സ് എൻ്റെ എത്തിക്കുന്നത്. നോക്കാം നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് എന്താണ് അഡ്വൈസ് യൂണിവേഴ്സ് തരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് 2 ഒറാക്കിൾ കാർഡ്സ് ആണ് ഞാൻ എടുക്കുന്നത്. ടാരോ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങളെക്കുറിച്ച് നോക്കട്ടെ, പറയാൻ പറ്റുന്ന പോലെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് തരാം. ആദ്യം നിങ്ങൾ എങ്ങനെയാണ്, എങ്ങനെയുള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് രണ്ടും. ഓക്കെ ഓക്കെ കാനറി സ്പിരിറ്റ്, അങ്ങനെയുള്ളൊരു ബേർഡ്, രാജാവിനെ മാരിയുണ്ട്. ഓക്കെ, ഓട്ടർ സ്പിരിറ്റ്, യു ആർ നെവർ അലോൺ. Coyote spirit, trust in divine detours. Chameleon spirit, act as if. Time for a beginner mind. ഓക്കെ, ഇവിടെ ട്രൂത്ത് ട്രാൻസെൻസ് ഇല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ സത്യം മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, സത്യങ്ങൾ ചിലത് മനസ്സിലാക്കി വരുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻസിനെ കുറിച്ചായിരിക്കാം. ജസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഓക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അതൊരിക്കലും നിങ്ങൾ ചിലത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഓക്കെ, കുറച്ച് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവാം, ബട്ട് ഇവിടെ പോർക്യുപൈൻ ഉണ്ട്. ഓക്കെ, സോ യെസ്, നിങ്ങളെ ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കും. ബിക്കോസ് നമ്മൾ ചിലത് വിചാരിച്ച പോലെയല്ല, അങ്ങനെ നമ്മൾ പ്രതീക്ഷ പോലെയല്ല, അല്ലെങ്കിൽ വിചാരിച്ച പോലെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊരു വേദന തന്നെയാണ്, ഒരു വിഷമം തന്നെയാണ്. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആ സത്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ, നമ്മളിങ്ങനെ ഒരു സ്വപ്ന ലോകത്തോ ഒരു ഇല്യൂഷൻ്റെ ലോകത്തോ നമ്മൾ ജീവിക്കുകയായിരിക്കും. നമ്മൾ നമുക്ക് ചിലതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം, എല്ലാം ഉള്ളിൽ നമുക്ക് മനസ്സിലാവും, പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവില്ല. അവിടെയാണ് പ്രശ്നം. ഓക്കെ, ബട്ട് ഇവിടെ ഐ തിങ്ക് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. ബിക്കോസ് ഇനി നിങ്ങൾക്കത് നമ്മൾ പറയാം കണ്ണടച്ച് ഇരുട്ടാക്കാൻ ഇനി സാധിക്കില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുന്നതും കാണുന്നതും സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്തുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത്ര മതി. പിന്നെ ഇവിടെ പറയുന്നത് സിങ് യുവർ ഓൺ, ഓക്കെ, സിങ് യുവർ ഓൺ സോങ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ മ്യൂസിക്കുമായിട്ട് കണക്റ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം, പാടുന്നവരായിരിക്കും. കുറച്ച് പേര് സിംഗേഴ്സ് ആയിരിക്കാം, ഈവൻ സിംഗർ തന്നെ ആവണമെന്നില്ല. സോ ഒരു ആർട്ടിസ്റ്റിക് ക്യാരക്ടർ എന്ന രീതിക്ക് എടുക്കുമ്പോൾ മേ ബി പാട്ട് പാടാൻ, വരയ്ക്കാൻ, ഡാൻസ്, യുനോ എന്തുമാവാം. ഓക്കെ, കാരണം ഇവിടെ ഒരു കിങ്ങിനെ അല്ലെങ്കിൽ ക്വീനിനെ പോലെയും തോന്നുന്നുണ്ട്, ലേഡീസ് അല്ലെങ്കിൽ ജെൻസ്. സോ മേ ബി നിങ്ങൾ കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ വളരെ ഒരു റോയൽ ഫീലാണ്, അതായത് കാണാൻ എന്നുള്ള രീതിയിലല്ല. ഓക്കെ, നിങ്ങളുടെ പെരുമാറ്റം, ഓക്കെ, നിങ്ങൾ എപ്പോഴും ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ ഒരു ക്വീനിനെ പോലെ നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. എന്ന് വെച്ചാൽ അത്രയും നിങ്ങൾ ആ ഒരു പൊസിഷൻ ആവണം എന്നില്ല. കുറച്ച് പേര് ചിലപ്പോൾ നല്ല സ്ഥാനങ്ങളിലായിരിക്കാം, ഓഫീസിലോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വീട്ടിലോ നിങ്ങൾക്കൊരു അങ്ങനത്തെ ഒരു പൊസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ലൈക്ക് പാരൻസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ മാനിക്കപ്പെടുന്ന ഒരു ലെവലിലായിരിക്കും നിങ്ങൾ വീട്ടിലായാലും പുറത്തായാലും ഒക്കെ. ഓക്കെ, അത് മാത്രമല്ല ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും നമ്മുടെ ആ ഒരു സ്ഥാനമാനങ്ങളെ കുറിച്ചല്ല, പക്ഷെ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് നിങ്ങൾ അത് കമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ ഓട്ടോമാറ്റിക്കലി റെസ്പെക്ട് ചെയ്തു പോകും. ഓക്കെ, നിങ്ങളുടെ പെരുമാറ്റം മറ്റുള്ളവരോട് വളരെ കരുണയോടെ പെരുമാറുക, വളരെ സ്നേഹത്തോടെ പെരുമാറുക, എല്ലാവരും സഹായിക്കുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലെവൽ. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് യെല്ലോ കളർ ഉണ്ട്. സോ വളരെ നിങ്ങൾ എപ്പോഴും വളരെ പോസിറ്റിവിറ്റി കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം. സോ അതുകൊണ്ട്
ഇതൊക്കെ നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ഗുണങ്ങളാണ്, മനസ്സിലാക്കുക. ഓക്കെ, ഇതെല്ലാം എല്ലാവർക്കും മാച്ച് ആവില്ല ചിലത്. ഓക്കെ, സോ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ എടുക്കുക. സോ മേ ബി നിങ്ങൾ വളരെയധികം പോസിറ്റിവിറ്റി എപ്പോഴും ഉള്ളിൽ നിങ്ങൾ എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഓക്കെ, പക്ഷെ പുറമെ കാണിക്കുന്നത് എപ്പോഴും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടും വളരെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ എപ്പോഴും ഒരു നല്ലൊരു ചിരിച്ച മുഖമൊക്കെ കൊണ്ട് നടക്കുന്നവരായിരിക്കാം. പാട്ട് പാടാൻ ഇഷ്ടമുള്ളവരായിരിക്കാം. ആർട്ടിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ടാലൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇവിടെ പറയുന്നത് ഇത് ഓൾറെഡി നിങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെ പുറത്ത് കൊണ്ടുവരാം. സിങ് യുവർ ഓൺ സോങ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു നിങ്ങളത് ഫോളോ ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യൂ എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ എന്ത് പറയുന്നു നിങ്ങൾ കേൾക്കണ്ട. ഓക്കെ, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ ഒരിക്കലും മടിക്കണ്ട എന്നാണ് പറയുന്നത്. ആൻഡ് ആ ടാലൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവരും ചെയ്യും. ഓക്കെ, ആ ടാലൻസിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ അറിയപ്പെടാൻ അങ്ങനെ എത്താനുള്ള ഒരു അവസരം കൂടി ഉണ്ട് നിങ്ങൾക്ക്. സോ ഓക്കെ, പിന്നൊന്ന് ഓട്ടർ സ്പിരിറ്റ്, യു ആർ നെവർ അലോൺ. ഓക്കെ, ഒന്ന് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങൾക്ക് വളരെ ട്രസ്റ്റഡ് ആയിട്ടൊരു ഫ്രണ്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവാം. ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ട് കുറച്ച് ഫ്രണ്ട്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവാം. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ. ഇവിടെ ഒരു ഹാർട്ട് പോലെയാണുള്ളത്. സോ മേ ബി നിങ്ങൾ ഇപ്പോൾ വല്ല റിലേഷൻഷിപ്പിലായിരിക്കാം, ചിലപ്പോൾ അങ്ങനെയും പറയാം. ഓക്കെ, ഇവിടെ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന രീതിക്കും എടുക്കാം. അത് മാത്രമല്ല, ഇത് വേറെ തരത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ട്. യു ആർ നെവർ അലോൺ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കൂടെ എപ്പോഴും യൂണിവേഴ്സ് ഉണ്ട്, ദൈവമുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട്, മേ ബി ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്ലോസ് ഫ്രണ്ടോ ആയിരിക്കാം. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഒരിക്കലും തനിച്ചാവുന്ന ഒരു ഇത് നിങ്ങൾക്കൊരു പേടി വേണ്ട. ഓക്കെ, എപ്പോഴും ആരോ ഒരാളെങ്കിലും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. ആരും ഇല്ലെങ്കിലും ഓക്കെ, യൂണിവേഴ്സ് ഉണ്ട്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, എന്തായാലും കാരണം അത്രത്തോളം നിങ്ങളെ വളരെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അത് ശരിക്കും ഹാർട്ട് ഷേപ്പ് ഫോം ചെയ്യുന്നുണ്ട്. 2 പേരാണ്, പക്ഷെ ഹാർട്ട് ഫോം ചെയ്തിട്ടാണ് കിടക്കുന്നത്. സോ അത്രയും ഇഷ്ടത്തോടെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആരോ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ യൂണിവേഴ്സ് ആവാം. ഓക്കെ, വേറെ ആരും ഇല്ല, നിങ്ങൾ തനിച്ചാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് എങ്കിലും ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ ഒരിക്കലും ഐ തിങ്ക് നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, മേ ബി നിങ്ങളുടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ലേഡി ആവാം. ഓക്കെ, ആരും ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ആൻഡ് അത് വളരെ നല്ല കാര്യമാണ്. സോ അതിനെ ഡെവലപ്പ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളും. ഓക്കെ, ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാകുന്നിട്ട് ആ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉള്ളത് എപ്പോഴും ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവരെന്നെ ശരിക്കും ഞാൻ അവരെ ഇഷ്ടപ്പെടുന്ന പോലെ അവരും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ്, അവരെ ട്രസ്റ്റ് ചെയ്യാം എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഓരോരുത്തർക്ക് ഓരോ മെസ്സേജസ് ആണല്ലോ. കോയോട്ട് സ്പിരിറ്റ്, ട്രസ്റ്റ് ഇൻ ഡിവൈൻ ഡിറ്റോർസ്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ നടന്നിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സിനെ കുറ്റം പറയുന്നുണ്ടാവും. എന്താണ് എനിക്കിത് കിട്ടാത്തത്, എന്തുകൊണ്ടാണ് തട്ടിപ്പോയത്, എന്തുകൊണ്ട് തടസ്സം വന്നു, നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരുന്ന ഒരു കാര്യത്തിന്. ഓക്കെ, ആ കാര്യം ചിലപ്പോൾ വരാതെ പോയി. അവിടെ ഓക്കെ, കൊയോട്ടി എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഒരു കുറുക്കൻ്റെ ഒരു ലക്ഷണമാണ്. ആക്ച്വലി ഇതൊരു ചെറിയ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും കൂടെയുള്ള ആരെങ്കിലും എന്ന് പറയുന്നില്ല, ചിലപ്പോൾ സാഹചര്യം എന്തോ നിങ്ങൾക്ക് നല്ലതായിരുന്നില്ല. ഓക്കെ, അവിടെ എന്തോ ഒരു ചെറിയ ചീറ്റിംഗ് എനർജിയോ അല്ലെങ്കിൽ ഒരു ചതി എന്ന് പറയാം, എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്തോ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് തട്ടിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തന്നിട്ടില്ല യൂണിവേഴ്സ്. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്കത് മാറിപ്പോയപ്പോൾ നിങ്ങൾ വല്ലാതെ ഡൗട്ട് ചെയ്തിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് ഇത് എനിക്ക് കിട്ടാതെ പോയത് എന്ന് നിങ്ങൾ വിഷമിച്ച് കാണാം. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ട്രസ്റ്റ് വെക്കാനാണ് പറയുന്നത്. ഡിവൈൻ വേണം വെച്ച് ശരിയാണ്, നിങ്ങൾക്ക് തന്നിട്ടില്ല, പക്ഷെ അത് ഒരു നല്ല കാരണമുണ്ട് അതിന്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തോ നല്ലതല്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം അത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അവിടെ എന്തോ നിങ്ങൾക്ക് ശരിയല്ല, നിങ്ങൾക്ക് നല്ലതല്ല, നിങ്ങൾ മുന്നോട്ട് ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ഗ്രോത്തിനായാലും ശരി, നിങ്ങളുടെ ലൈഫിനായാലും ശരി, എന്തോ ശരിയല്ലാത്തൊരു സംഭവമുണ്ട്. സോ അതുകൊണ്ട് യൂണിവേഴ്സ് പറഞ്ഞത് അതിനെ നിങ്ങളുടെ അടുത്ത് നിന്ന് തട്ടിമാറ്റി. ഓക്കെ, നിങ്ങൾ ആ ട്രസ്റ്റ് വെക്കുക, അതായത് നമ്മൾക്ക് കാണാൻ പറ്റാത്ത പോലും ഡിവൈനിന് കാണാൻ പറ്റും എന്നുള്ളൊരു ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ നമുക്ക് നല്ലതാവണമെന്നില്ല, നിർബന്ധമില്ല അല്ലേ. അപ്പോൾ അവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലത് വേറെ എന്തിലേക്കോ എത്തിക്കാനാണ് എന്നൊരു ട്രസ്റ്റ് വെക്കാം. എനിക്കറിയാം നിങ്ങൾക്ക് വിഷമം തന്നെയാണ്, സങ്കടപ്പെട്ടോളൂ, വിരോധമില്ല, ബട്ട് യൂണിവേഴ്സിൻ്റെ മേലെ ട്രസ്റ്റും വെക്കൂ. ദാറ്റ് ഇതിനേക്കാൾ നല്ലതെന്തോ എനിക്ക് വരാനുണ്ട്, അല്ലെങ്കിൽ ഇതെനിക്ക് നല്ലതായിരുന്നില്ല അതുകൊണ്ടാണ് തട്ടിപ്പോയത്. ഓക്കെ, വേറെ എന്തെങ്കിലും എനിക്ക് വേണ്ടി നല്ലതുണ്ടാവും എന്ന് നിങ്ങളൊന്ന് ട്രസ്റ്റ് വെക്കാം. ഓക്കെ,
അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വല്ലതും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ട്രസ്റ്റ് വെക്കാനാണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേറെ എന്തോ നല്ലത് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ചിലപ്പോൾ നല്ലതായിരിക്കാം കൊണ്ടുവരുന്നത്. ആൻഡ് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കാണാത്ത മനസ്സിലാക്കാത്ത എന്തോ ഒരു കാര്യമുണ്ട്. ആ കാര്യം അതായത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്തോ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ച കാര്യത്തിൽ എന്തോ നല്ലതല്ലാത്ത ഉണ്ടായിരുന്നു. സോ അത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് തട്ടി മാറ്റുന്ന എപ്പോഴും അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഇവിടെ കെമിലിയൺ സ്പിരിറ്റ് പറയുന്നത് ആക്ട് ആസ് ഇഫ്. നമ്മുടെ കെമിലിയൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനെന്താ പറയുക, ഊന്ത് അല്ലേ, ഊന്ത്. ഊന്ത് നിറം മാറും എന്ന് പറയില്ലേ. ബട്ട് ഇവിടെ നല്ല കാര്യമാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഊന്ത് എന്തിൻ്റെ മേലെ ഇരിക്കുന്നു ആ നിറം അതെടുക്കും അല്ലേ, അതേപോലെ അങ്ങനെ മാച്ചായിട്ട് ഇതായി പോകും. സോ യൂണിവേഴ്സ് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, ഇത് നമുക്ക് രണ്ട് തരത്തിലെടുക്കാം. ഒന്ന്, നിങ്ങൾ ഓന്തിനെ പോലെ നിറം മാറുന്നതെന്ന് അങ്ങനെയല്ല കേട്ടോ, നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഓക്കെ, ഇതോടെ പോസിറ്റീവ് കാർഡാണ്. സോ ഇവിടെ പറയുന്നത് മേ ബി നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ നിങ്ങൾ എടുത്തിട്ടാലും ഓക്കെ, നിങ്ങൾക്ക് അത് അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അതിനോട് മാച്ചായിട്ട് നിങ്ങൾ പോകും. എന്തും അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അങ്ങനെ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ചതിച്ച് അങ്ങനെ ചീറ്റി അതിന് വേണ്ടിയിട്ടുള്ളതല്ല. അങ്ങനത്തെ നമ്മൾ ആ ഒരു നെഗറ്റീവ് വശത്തിൽ എടുക്കേണ്ട, പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾക്ക് ഏത് ഒരവസ്ഥ കൊണ്ട് നിങ്ങൾ ഇട്ടാലും നിങ്ങൾ അതിൽ അതിജീവിക്കും. ഓക്കെ, നിങ്ങൾ അതിനൊത്ത് അഡ്ജസ്റ്റായി നിങ്ങൾ അവിടെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിവ്. ഇനി എല്ലാവരുടെ ഉള്ളിലും അതുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾ എല്ലാവർക്കും അത് തരാറുണ്ട്. ഓക്കെ, അതിൻ്റെ ഇവിടെ വേറൊരു തരത്തിൽ ഇതിനിപ്പോൾ ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആക്ട് ആസ് ഇഫ് എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കാം മനസ്സിൽ. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും എനിക്ക് ഇന്ന കാര്യം വേണം എന്ന് മാത്രം നമ്മൾ പറയും അല്ലേ. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ഓൾറെഡി അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ആ സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങളെ പിടിച്ചിട്ടു എന്ന് വിചാരിക്കാം. ഇപ്പം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, ഒരു ജോലി, ആഗ്രഹിച്ച വ്യക്തിയുടെ കൂടെ ഒരു ലൈഫ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ അത്, അല്ലെങ്കിൽ പഠിക്കാൻ വേണമെങ്കിൽ അത്, എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ ആഗ്രഹം നിങ്ങളുടെ നടന്നാൽ എങ്ങനെയായിരിക്കും. അവിടെ ആ സമയത്ത് നിങ്ങൾ ജീവിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ മനസ്സിലെ സന്തോഷം, നിങ്ങൾ ഇന്ന സീറ്റിലിരിക്കുന്നു, ഇന്ന കാറിൽ യാത്ര ചെയ്യുന്നു, ഇന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇന്ന വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നു, എൻ്റെ വീട് ഇങ്ങനെയാണ്, വീട് കെട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വീട് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയില്ലേ. ആ മനസ്സിൽ നിങ്ങൾ ആ ഒരു സങ്കല്പം കൊണ്ടുവരാം. ഓക്കെ, രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പും ജസ്റ്റ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും കിടന്നു കഴിഞ്ഞാൽ എല്ലാം ഫോണൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത്. ആക്ട് ആസ് ഇഫ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ ആ ഒരു പിക്ചർ കൊണ്ടുവരാം. എൻ്റെ വീട് ഇങ്ങനെയായിരിക്കും, ആ വീട്ടിൽ ഇങ്ങനെ റൂം ഉണ്ടാവും, ആ റൂമിൽ ഞാൻ ഇന്ന സാധനങ്ങൾ വെക്കും, അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങുക. അതേപോലെ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഞാൻ ലൈഫ് എങ്ങനെയായിരിക്കും, ഞങ്ങൾ ഒന്നിച്ചതാ യാത്ര പോകുന്നു, ഞങ്ങളിതാ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ജോലിയാണെങ്കിൽ ഞാൻ ആ ഓഫീസിൽ പോയിട്ട് ഞാൻ ഇന്ന സീറ്റിലിരിക്കും, ആ സീറ്റിലിരുന്നിട്ട് എൻ്റെ മുമ്പിൽ കമ്പ്യൂട്ടർ ഇങ്ങനെ ഉണ്ടാവും. എന്താണോ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വട്ടെവർ. ഓക്കെ, കൂടുതൽ പറയുന്നില്ല, മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. സോ അങ്ങനെ ഒരു സങ്കല്പം നിങ്ങൾ ഓൾറെഡി കൊണ്ടുവന്ന് നിങ്ങൾ അതിൽ ജീവിക്കാൻ തുടങ്ങൂ എന്നാണ് പറയുന്നത്. ആക്ട് ആസ് ഇഫ് എന്ന് വെച്ചാൽ ഓൾറെഡി അത് കിട്ടിക്കഴിഞ്ഞു. ആ സന്തോഷം നിങ്ങൾ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുക. ഡൗട്ട് വെക്കാതിരിക്കുക, യൂണിവേഴ്സിനെ ഡൗട്ട് ചെയ്യാതിരിക്കുക. ഇത് കിട്ടുമോ, നിങ്ങളത് ഓക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടുമോ എന്തോ എന്ന് പറഞ്ഞിട്ട് അതിനെ അപ്പം തന്നെ അവിടെ ഒരു നെഗറ്റീവ് വന്നുപോയി. ഓക്കെ, സോ അത് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെഗറ്റീവ് വരില്ല എന്നൊന്നും അല്ല കേട്ടോ, നെഗറ്റീവ് വരും. പക്ഷെ അപ്പം നമ്മൾ മനസ്സിനെ മാറ്റിയെടുത്തിട്ട് ഓക്കെ ഓൾറെഡി എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, നന്ദി ദൈവമേ. ഗ്രാറ്റിറ്റ്യൂഡ് ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ ബാക്കിൽ, ഇതിൽ ഗിവ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗ്രേസ് ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ എപ്പോഴും താങ്ക്ഫുൾ ആയിട്ടിരിക്കുക, ഭഗവാനോട് യൂണിവേഴ്സിനോട് താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. ആൻഡ് അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം മാറും എന്നാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ സങ്കല്പിക്കുക, എനിക്ക് ആഗ്രഹിക്കുന്ന ജീവിതം ഓൾറെഡി എനിക്കുണ്ട് എന്ന് സങ്കല്പിച്ച് അതിൽ ജീവിക്കുന്ന പോലെ നിങ്ങൾ ജീവിക്കുക. ഓക്കെ, കൂടുതൽ പിന്നെ ഒരിക്കൽ പറയാം. ടൈം ഫോർ ബിഗിനർ മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവുക നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, അതിന് തയ്യാറാവൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ഇത് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊരു അഡ്വൈസ് കൂടെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ചെയ്തു കൊടുക്കുന്ന വ്യക്തി, മറ്റുള്ളവർ നിങ്ങൾ ആക്ച്വലി ഇവിടെ ഒക്കെ പറഞ്ഞില്ലേ, എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസ്, വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യൂ. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കേണ്ട, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. മേ ബി നിങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാവാം മനസ്സിൽ, സോ അതിനെ ഫോളോ ചെയ്യൂ. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ഇത് മനസ്സിലാക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ ചില സത്യങ്ങളായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ കുറച്ച് കാഴ്ച കൂടി നിങ്ങൾക്ക് എടുക്കാം. കൂടുതൽ നേട്ടുന്നില്ല, ഓൾറെഡി കുറേ ആയി. വിസ്ഡം,
സെൽഫ് ലവ്, കറേജ്, എംബ്രേസ് ചേഞ്ചസ് അഗൈൻ. ഓക്കെ, മതി, കൂടുതൽ വേണ്ട, ഓൾറെഡി ഞാൻ കുറേ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ബട്ടർഫ്ലൈ സൈൻസ് ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. ചിലപ്പോൾ യെല്ലോ ബേർഡ്സ് നിങ്ങൾക്ക് സൈൻ ഉണ്ടാവാം. അതുപോലെ ഓക്കെ, മേ ബി ഇതൊക്കെ സൈനുകൾ ചിലതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ പക്ഷികളെ നിങ്ങളുടെ വിൻഡോയിൻ്റെ അടുത്ത്, നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ പെട്ടെന്ന്, ഐ മീൻ നിങ്ങൾ അടുത്ത് വന്നിരിക്കുക പക്ഷികൾ അങ്ങനെയൊക്കെ കാണുന്നത്. ചിലപ്പോൾ ഈഗിളിനെ കാണാം. ഓക്കെ, ഈഗിളൊക്കെ റയറല്ലേ, ചിലപ്പോൾ പെട്ടെന്ന് കാണാം. സോ അതൊക്കെ നിങ്ങളുടെ ഒരു സൈൻ ആയിട്ട് എടുക്കുക യൂണിവേഴ്സിൻ്റെ. ഓക്കെ, വിസ്ഡം എന്ന് പറയുന്നത് വിസ്ഡം കംസ് ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് റിഫ്ലക്ഷൻ. മേ ബി നിങ്ങൾ അറിവുകൾ നേടാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടാവാം, അത് ചെയ്യൂ. ഓക്കെ, വിസ്ഡം ഗെയിൻ ചെയ്യാൻ ശ്രമിക്കൂ, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കൂ, നോളജ് ഗെയിൻ ചെയ്യൂ. ഇപ്പോൾ പഠിക്കാൻ എന്ന ലെവലിൽ എടുക്കേണ്ട, നമ്മൾ എന്തൊരു കാര്യം നമ്മൾ കൂടുതൽ ഡീപ്പിൽ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെ ഒരു പഠിപ്പാണ്. കോളേജിൽ പോയി സ്കൂളിൽ പോയി പഠിക്കാൻ നിർബന്ധമൊന്നുമില്ല. ഈവൻ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ലോണം എന്താ പറയുക, റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി, ഈവൻ ഗൂഗിൾ ചെയ്യുക, യൂട്യൂബിൽ നോക്കുക, എല്ലാവിടെയും എടുത്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാം നമ്മുടെ കയ്യിൻ്റെ എന്താ പറയുക ഫിംഗർ ടിപ്സിലാണെന്നാണ് പറയുക. എല്ലാം നമുക്ക് ഒന്ന് വിരലോട് തൊട്ടാൽ നമുക്ക് എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടും. അത്രയും നോളജാണ് നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത്. ഉപയോഗിക്കൂ, അതൊക്കെ യൂസ് ചെയ്യൂ. ഓക്കെ, നോളജ് കൂടുതൽ ഗെയിൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും അല്ലേ, അതാണ് കാര്യം. ആൻഡ് ഇവിടെ സെൽഫ് ലവ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളോട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ, അവനവനെ മനസ്സിലാക്കൂ. നിങ്ങൾ ആരാണ്, നിങ്ങളെന്താണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, നിങ്ങളുടെ കഴിവെന്താണ്, കുറവെന്താണ്, രണ്ടും മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അവനവനെ സ്നേഹിക്കൂ. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കൂടി ചെയ്യുക. ഓക്കെ, നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കൂ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി സമയങ്ങൾ കണ്ടെത്തൂ എന്നൊക്കെയാണ്. കറേജ് ലൈസ് വിത്തിൻ യു ഹാവ് ദ പവർ ടു ഓവർകം എനിത്തിങ്. ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് കഴിവുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തും ഓവർകം ചെയ്യാൻ, എന്ത് ലൈഫിൽ എന്ത് സിറ്റുവേഷനും ഇതുണ്ട് എല്ലാവർക്കും. ഓക്കെ, ഞാനത് പറയുമ്പോൾ നിങ്ങൾ ഇല്ല എന്ന് പറയരുത്, ഉണ്ട് 100% ഉണ്ട്. ഓക്കെ, എല്ലാവരുടെ ഉള്ളിലും ഈ ധൈര്യമുണ്ട്. പക്ഷെ എന്താണ് നമ്മൾ ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് പറയും, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ വേറെ വല്ലതും പറ്റിപ്പോയാലോ എന്നും ഉള്ള പേടിയാണ് നമ്മളെ ബാക്കിലേക്ക് വലിക്കുന്നത്. ഓക്കെ, സോ പേടിയെ മുൻപിൽ വെക്കണോ ഈ ധൈര്യത്തിന് മുമ്പിൽ വെക്കണോ എന്നുള്ള ഒരു തീരുമാനം. എന്തെങ്കിലും പറ്റിയാൽ തന്നെ വരട്ടെ, അപ്പം കാണാം എന്ന് പറയാൻ നിങ്ങളൊന്ന് കോൺഫിഡൻസ് കൊണ്ടുവരൂ. ഓക്കെ, നിങ്ങൾക്ക് ലൈഫ് മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ, മാക്സിമം വേണ്ട, ഞാൻ ആ ലെവലിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, എംബ്രേസ് ചേഞ്ച്, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഐ തിങ്ക് ഡ്രാഗൺ ഫ്ലൈൻ്റെ മീനിങ് ചേഞ്ചസിൻ്റെ ആണോ അത് ബട്ടർഫ്ലൈൻ്റെ ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈൻ്റെ മീനിങ് മറന്നുപോയി, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സോ എനിവേ ഇതൊക്കെ സയൻസ് കാണും ചിലപ്പോൾ നിങ്ങൾക്ക്. ഡ്രാഗൺ ഫ്ലൈ നമ്മുടെ തുമ്പിയാണ് കേട്ടോ, അത് തുമ്പിയാണ്. ഓക്കെ, തുമ്പിയെ ചിലപ്പോൾ നിങ്ങൾ കാണാം, അതായിരിക്കാം. ഓക്കെ, എന്തായാലും ബട്ടർഫ്ലൈസ് ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു, ചേഞ്ചസ് വരുന്നു, നിങ്ങൾ കൊണ്ടുവരിക മാറ്റങ്ങൾ, നിങ്ങൾ തന്നെ കൊണ്ടുവരിക. ഓക്കെ, അല്ലാണ്ട് തനിയെ മാറുക എന്നല്ലല്ലോ, നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരിക. പക്ഷേ സിറ്റുവേഷൻസ് നിങ്ങളെ അങ്ങോട്ട് എത്തിക്കും, ആ ഒരു മാറ്റത്തിലേക്ക് എത്തിക്കും, അതാണ് കാര്യം. ഓക്കെ, എംബ്രേസ് ചേഞ്ച് ആൻഡ് വെൽക്കം ന്യൂ പോസിബിലിറ്റീസ്. എവിടെ ഒരു ന്യൂ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു, അതും ന്യൂ പോസിബിലിറ്റീസ് ഉണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ലൈഫിനെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അതിലൊക്കെ ഒന്ന് മാറ്റം കൊണ്ടുവരും. ഓക്കെ, എല്ലാം പോസിറ്റീവിലേക്ക് വരട്ടെ, എല്ലാം നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.